ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ് മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ. ഇന്നൊരു അടിപൊളി ത്രില്ലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. തുടക്കം മുതൽ ഒരു സെക്കൻഡ് പോലും തെന്നി മാറാതെ പിടിച്ചിരുത്തുന്ന ത്രില്ലർ. ഇതിന്റെ വൺ ലൈൻ ഞാൻ പറയുന്നില്ല, ആദ്യത്തെ 2 സീൻ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും കഥ എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം റിലീസ് ചെയ്ത ബിലോ സീറോ എന്ന സ്പാനിഷ് മൂവിയാണ്. 0 താഴെ -ഡിഗ്രിയിൽ തണുത്തുറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു വമ്പൻ ക്രൈം. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഏതോ ഒരു പയ്യനെ ഒരാള് പൊതിരെ തല്ലുന്നുണ്ട്. ആ പയ്യൻ പറയാണ്, എനിക്കറിയില്ല, ഞാൻ തന്നോട് പറഞ്ഞില്ലേ എനിക്കൊന്നും അറിയില്ലെന്ന്, ദയവ് ചെയ്ത് എന്നെ വിടൂന്ന് പറഞ്ഞ് ഈ പയ്യൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ അയാൾ വിടുന്നില്ല. അവൾ എവിടെയെന്ന് ചോദിച്ച് അവന്റെ മോന്തേ കുത്തി അവനെ ബോധം കെടുത്തിയിട്ട് ഒരു ചെയിനി കെട്ടി അവനെ വലിച്ചെടുത്തോണ്ട് പോവാ. അവിടെ ഒരു കുഴി കുഴിച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ആ പയ്യനെ വലിച്ചിടും. അവൻ കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, ദയവ് ചെയ്ത് എന്നെ വിടൂ, എനിക്കറിയില്ല എന്ന് പറയും. പക്ഷെ അയാൾ വിടില്ല. അവന്റെ മണ്ടയ്ക്ക് ഒരു അടിയും കൂടെ കൊടുത്ത് അവനെ ജീവനോടെ മണ്ണിട്ട് മൂടാണ്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ മറ്റൊരു സ്ഥലത്ത് പഞ്ചറായ കാറിനകത്ത് ഒരു മൊട്ട ഡാഡി പോലീസ്, ഡാഡിക്കൊരു ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരു കൊച്ചു കുഞ്ഞും കൂടെ. ആ സന്തുഷ്ടമായ കുടുംബം വണ്ടി പഞ്ചറായി മഴയത്ത് റോഡിൽ നിൽക്കുകയായിരിക്കും. ഡാഡി ഹീറോ പറയും, നീ ജോലിക്ക് പോയിക്കോളൂ, സമയം വൈകും, ഞാൻ മോളെ കൊണ്ടുപോയി സ്കൂളിൽ വിട്ടതിന് ശേഷം എന്റെ വർക്കിന് പോയിക്കോളാം, നീ സമയം വൈകിക്കണ്ടെന്ന് പറഞ്ഞ് ഭാര്യയെ പറഞ്ഞോടും. അത് കഴിഞ്ഞ് ഇങ്ങേരനെ കാറിന്റെ ടയറൊക്കെ മാറ്റി കുഞ്ഞിനെ കൊണ്ടുപോയി സ്കൂളിൽ വിട്ടതിന് ശേഷം തന്റെ ജോലിക്ക് പോവാണ്. പുള്ളിക്കാരൻ ഒരു പുതിയ സ്റ്റേഷനിലേക്കായിരിക്കും വരുന്നത്. ആ സ്റ്റേഷനിലുള്ളവർക്ക് ഹീറോയെ അറിയില്ല. മഴ കൊണ്ട് എല്ലായിടത്തും ശല്യമായിരിക്കും. ഹീറോ ആ സ്റ്റേഷനിൽ ചെന്ന് തന്റെ പേരും താൻ എന്ത് ജോലിക്കുമാണ് വന്നിരിക്കുന്നത് എന്ന് പറയും. ഒരു മൂത്ത പോലീസുകാരൻ, നല്ല സമയത്താ താൻ വന്നത്, തന്റെ പാർട്ട്ണർ ഡ്രസ്സിംഗ് റൂമിലുണ്ട്, അവിടെ ചെന്ന് കണ്ടോളൂ, നിങ്ങൾ 2 പേരുമാണ് പോണ്ടേന്ന് പറയും. ഹീറോ ജയിൽ പുള്ളികളെ മറ്റൊരു ജയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് ഇന്നത്തെ ഡ്യൂട്ടി. അങ്ങനെ ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് ഹീറോ പാർട്ട്ണറെ കാണുന്നു. പുള്ളിക്കാരന് 12 അടി പൊക്കമൊക്കെ ഉണ്ട്, ഒരു പെരുത്ത പാർട്ട്ണർ. അങ്ങേര് ഹീറോയോട് ചോദിക്കുകയാണ്, താൻ ഇതിനു മുമ്പ് ഈ സ്ഥലത്ത് ആരെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്ന്. ഹീറോ ഇല്ലാന്ന് പറയും. നന്നായി, തന്റെ ഊര വരെ വിറച്ചു പോകുന്ന തണുപ്പായിരിക്കും, നല്ല എക്സ്പീരിയൻസാ എന്നും പറഞ്ഞ് പുളിച്ചിരിക്കും. അത് കഴിഞ്ഞ് ഇവര് കാറെടുത്ത് 2 പേരും കൂടെ ആ വലിയ ജയിലിലേക്ക് പോവാണ്. ഒരു 7-8 പ്രതികളെ ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. 3 മണിക്കൂറിൽ കൂടുതൽ അവരെയും കൊണ്ട് ഡ്രൈവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ഡീറ്റെയിൽസ് എല്ലാം പെരുത്ത പോലീസ് ഹീറോയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല തണുപ്പുള്ള സമയമായിരിക്കും രാത്രി, പതിയെ ഡ്രൈവ് ചെയ്ത് പോകാനേ കഴിയൂ. പ്രതികളെല്ലാം വലിയ ക്രിമിനൽസ് ആയതുകൊണ്ട് അവരെ മാറ്റുന്ന വിവരം നേരത്തെ അവരോട് പറയില്ല. യാത്രയിൽ പോലീസുകാരും ഫോൺ കയ്യിൽ കരുതില്ല. ഇതെല്ലാം സേഫ്റ്റിക്ക് വേണ്ടിയാ. അവരെ മാറ്റാൻ പോകുന്ന ആ സമയത്ത് മാത്രമേ അവരോട് ഈ കാര്യം പറയുള്ളൂ, നോട്ടീസ് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ അളിയനെ വിളിച്ച് രക്ഷപ്പെടുത്താൻ വരാൻ പറഞ്ഞാലോ. അങ്ങനെ ഒരു കടുത്ത പ്രോട്ടോകോൾ വെച്ചിട്ടാണ് ഇവർ ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. കാർ അങ്ങനെ ആ വലിയ ജയിലിനകത്തേക്ക് പോകും. ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആൾക്കാർക്ക് ഇവരെ നോട്ടീസ് കൊണ്ടുപോയി കൊടുക്കുന്നു. അതിലും പ്രധാനപ്പെട്ട ഒരു നൊട്ടോറിയസ് ക്രിമിനലുണ്ട്. വലിയ ഡ്രഗ് മാഫിയയുടെ തലവനായിരുന്നു അയാൾ. ജയിലിലായിരിക്കുന്ന സമയത്ത് തന്നെ ഒരു പോലീസുകാരന്റെ കഴുത്തറുത്ത് കൊന്നിട്ടുണ്ട്. അവനെയാണ് പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ളവര് അബദ്ധ കൊലപാതകവും പണം കൊള്ള നടത്തിയവരുമാണ്. അവരെ പിന്നെ മാനേജ് ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവരകത്തേക്ക് പോകുന്നു. ഓരോരുത്തർക്കും നോട്ടീസ് കൊടുക്കുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട അപ്പൻ കള്ളനുണ്ട്. അയാൾക്ക് നോട്ടീസ് കൊടുക്കുമ്പോൾ തന്നെ ഇയാൾ ഒളിച്ചു വെച്ചിരുന്ന ഒരു സൂചി താക്കോൽ എടുക്കും. ആ താക്കോൽ കൊണ്ട് ഏത് പൂട്ടും പുള്ളിക്ക് തുറക്കാൻ അറിയാം. അത് അയാളെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ഇവർ കാണാതെ. അത് കഴിഞ്ഞ് ബോഡി ചെക്കിംഗ് ആണ്. മുഴുവൻ തുണിയും അഴിച്ച് ഇവർ പരിശോധിക്കും. ഒരു സ്ഥലവും വിടൂല. കാര്യമായ സെക്യൂരിറ്റി ചെക്കപ്പാ. ചെക്ക് ചെയ്യുമ്പോൾ അണ്ടർവെയർ പോലും പാടൂല. അതിനകത്ത് എന്തെങ്കിലും ഒളിച്ചു വെച്ചാലോ. അങ്ങനെ ഫുൾ ചെക്കപ്പും കഴിഞ്ഞ് വീണ്ടും വസ്ത്രം അണിയിപ്പിച്ച് ഹാൻഡ്കഫ് ഇടും. ഇതിലൊരു ചെറിയ പയ്യനുണ്ട്. അവൻ ഇത്തിരി നെകളിപ്പ് കൂടുതലാണ്. നിനക്ക് ആമ്പിള്ളേരെ തുണിയില്ലാതെ കാണുന്ന ഇഷ്ടമാണോടാ എന്നും പറഞ്ഞ് അവൻ നമ്മുടെ പെരുത്ത പോലീസിനെ ടീസ് ചെയ്യും. പുള്ളിക്കാരൻ ദേഷ്യം വന്നിട്ട് അവന്റെ വസ്ത്രമൊക്കെ താഴ്ത്താൻ പറഞ്ഞ് അവനെ മുട്ടിയിരുത്തി ചുമയ്ക്കാൻ പറയുന്നുണ്ട്. മൂട്ടിൽ എന്തെങ്കിലും കയറ്റി വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരിക്കും. എന്തായാലും ഇവനെ മാത്രമേ അങ്ങനെ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇവൻ ഇച്ചിരി വിളവനായതുകൊണ്ട്. എന്നാലും അവന്റെ വാ മിണ്ടാതിരിക്കില്ല. തെറി പറഞ്ഞുകൊണ്ട് പിറുപിറുത്തോണ്ടിരിക്കുമ്പോൾ പെരുത്ത പോലീസ് അവനെ കൊങ്ങയ്ക്ക് പിടിച്ച് നീ എന്നോട് വിളവെടുക്കണ്ടെന്ന് പറഞ്ഞ് അടിക്കാൻ പോവാം. പക്ഷെ ഹീറോ തടയും. ഇത് റൂൾസിന് എതിരാണ്. അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ 2 പേരും തൂങ്ങും. ദയവേത് നിന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യും എന്നും പറഞ്ഞിട്ട് ഓരോരുത്തരായി ഇവരെ ആർമർ ട്രക്കിലേക്ക് കയറ്റുന്നു. വളരെയധികം സെക്യൂർഡായ ട്രക്കാണത്. പൊളിച്ച് അകത്ത് കയറാനോ അകത്തുനിന്ന് പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങാനോ കഴിയില്ല. അതേപോലെ തന്നെ ഈ ട്രക്കിനകത്ത് ഓരോ പ്രതികൾക്കും ഓരോ ക്യാബിനുണ്ട്. ഒരുമിച്ചിട്ട് പരസ്പരം അടിച്ച് ചത്താലോ. അതുകൊണ്ട് ഓരോ ക്യാബിനിലാണ് ഓരോരുത്തരിടുക. അകത്തേക്ക് കയറിയതിനു ശേഷം ഹാൻഡ്കഫ് അഴിച്ചു കൊടുക്കും. എല്ലാവരെയും കയറ്റി കഴിഞ്ഞ് നമ്മുടെ പാർട്ട്ണർ പെരുത്ത പോലീസ് പറയും, താനിങ്ങനെ എല്ലാ കാര്യങ്ങളും റൂൾസ് പ്രകാരം നോക്കാതെ കുറച്ച് ഈസി ആക്കി വിടുക. ഇവന്മാർക്ക് 2 കൊട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എന്തായാലും ക്രിമിനൽസ് അല്ലേ. അത് കേൾക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ എൻ്റെ ജോലി ചെയ്യാൻ മാത്രമാണ് വന്നിരിക്കുന്നത്, എനിക്കിതിൽ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അവരെ സ്ഥലത്തേക്ക് എത്തിക്കുക, അതുവരെ അവർക്ക് കുഴപ്പമില്ലാതെ നോക്കുക, അതാണ് എൻ്റെ ജോലി. അതിൽ നീയും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നിനക്ക് വലിയ ശരീരവും ആരോഗ്യമൊക്കെ ഉണ്ട് എന്ന് വെച്ച് കൈ കിട്ടിയവനെ പൊതുവെ തല്ലാനൊന്നും പറ്റില്ല. അതിനുവേണ്ടിയല്ല വന്നിരിക്കുന്നതെന്നും പറഞ്ഞ് ഹീറോ വണ്ടി എടുക്കുകയാണ്.
അപ്പോൾ പാർട്ട്ണർ പോലീസുകാരൻ പറയും, നീ ഒരു ചൊറിഞ്ഞ പോലീസാണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ഇപ്പം അതെനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ ഹീറോയെ കളിയാക്കിയതിന് ശേഷം പുള്ളി ഈ പ്രതികളിരിക്കുന്ന ക്യാബിനിലേക്ക് വരും. ഒരു പോലീസുകാരൻ എയർ ഹോസ്റ്റസിനെ പോലെ അവിടെയാണ് ഇരിക്കേണ്ടത് ഇവർക്ക് കാവലിന്, മറ്റേ പോലീസുകാരൻ ഡ്രൈവ് ചെയ്യണം. ഇവർക്ക് പരസ്പരം CCTVയിലൂടെ കാണാനും പറ്റും. ഇവർക്ക് മുന്നിലായി ഒരു പൈലറ്റ് വാഹനം പോകുന്നുണ്ടാവും, അതിൽ 2 പോലീസും ഉണ്ടാവും. അങ്ങനെ ഫുൾ സെക്യൂരിറ്റി സെറ്റപ്പിലാണ് ഇവർ പോകുന്നത്. കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 2 വണ്ടികളും ഇരുട്ടിലൂടെ ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഹീറോ വളരെ അലേർട്ടാണ്, ചുറ്റും ആള് ശ്രദ്ധിച്ചിട്ടാണ് പോകുന്നത്. വണ്ടികൾ അങ്ങനെ ഫോറസ്റ്റിനകത്തേക്ക് കടക്കുമ്പോൾ അവിടെ നിന്ന് ഇവരറിയാതെ ഒളിച്ചിരുന്ന ഒരാൾ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നയാള് റോഡിലേക്ക് സ്പൈക്ക് സ്ട്രിപ്പ് ഇടാണ്. പുറകെ വരുന്ന വണ്ടികൾ പഞ്ചറായി സ്റ്റോപ്പ് ആവാൻ വേണ്ടിയിട്ട് റോഡിൽ സ്പൈക്ക് സ്ട്രിപ്പ് ഇടാണ്. എന്നിട്ട് ഇവരെ പുറകെ കാറും എടുത്ത് അയാൾ പോകും, വില്ലൻ. ഇപ്പൊ ഫോറസ്റ്റിനകത്തേക്ക് വണ്ടി കയറിയതോടെ വണ്ടിക്കകത്ത് ഭയങ്കര തണുപ്പായി. അതുകൊണ്ട് പ്രതികൾ ഒച്ച വയ്ക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് തണുക്കുന്നു, ഹീറ്റർ കൂട്ടി വെക്കി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടെ കെട്ടിപ്പിടിക്കാൻ ആരെങ്കിലും താന്ന് പറഞ്ഞ് ഇവന്മാർ ഒച്ച വയ്ക്കുക. എല്ലാവരും ചന്തയിലെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളായി. ഇത് കേൾക്കുമ്പോൾ പാർട്ട്ണർ പോലീസുകാരൻ അവരെല്ലാം മിരട്ടിയിട്ട് ഹീറോയോട് പറയും, ഹീറ്റർ ഇത്തിരി കൂട്ടി വെക്കി, എന്നാലേ ഇവന്മാര് വായടയ്ക്കുള്ളൂ എന്ന്. ഹീറോ ഹീറ്റർ കൂട്ടി വെക്കുന്നു. ഈ സമയത്ത് പുറകെ വന്ന കാറുകാരനല്ലേ റോഡിൽ സ്പൈക്ക് ഇട്ട ആള്, അയാൾ ഇവരെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. അവന്റെ പോക്ക് കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് സംശയമാവും. മുന്നിലുള്ളവരോട് ഒരു കാർ റെക്ലെസ് ആയി ഓടിച്ചു പോകുന്നുണ്ട്, കെയർഫുൾ ആയിരിക്കാൻ പറയും. അപ്പൊ അവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഈ നാട്ടുകാരങ്ങനെ കുറച്ച് ഭ്രാന്തന്മാരെ പോലെ വണ്ടി ഓടിക്കുക, വിഷയമൊന്നും ഉണ്ടാവില്ല, നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. ഈ സമയത്ത് വണ്ടിക്കകത്ത് ക്യാബിനിലെ നമ്മുടെ അപ്പം കള്ളൻ പുള്ളിക്കാരൻ പോലീസിനെ വിളിച്ച്, എനിക്ക് ഇപ്പൊ തന്നെ അപ്പിയിടണം, പെട്ടെന്ന് വേണം, അർജന്റ് ആണെന്ന് പറയും. പോലീസുകാരൻ സമ്മതിക്കില്ല, മിണ്ടാതെ അടങ്ങിയിരിക്കെ, ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്തെത്തും, അത് കഴിഞ്ഞിട്ട് മതി എന്ന് പറയും. പക്ഷെ ഇയാൾ കുശി വിട്ട് കാണിക്കും, പുറോന്ന്. ഈ ശബ്ദം കേൾക്കുമ്പോൾ കൂടെയുള്ള മറ്റു പ്രതികൾ അവനെ കൊണ്ടുപോയി കക്കൂസി പൂട്ടിയിട്, ഇവിടെ മൊത്തം നാറ്റിക്കും, ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല, ദയവേത് വിളിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞ് നിലവിളിക്കുക. സോ പാർട്ട്ണർ പോലീസുകാരന് വേറെ വഴിയില്ലാതെ അയാളെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവും. ഒരാളെ മാത്രമല്ലേ പുറത്തേക്ക് ഇറക്കുന്നുള്ളൂ, അതും ഹാൻഡ് കഫോട് കൂടെ. പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരൻ അപ്പം കള്ളനെ തുറന്ന് ബാത്റൂമിനകത്ത് കൊണ്ടുപോയിട്ട് പൂട്ടുന്നു. ഹാൻഡ് കഫ് അഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ അപ്പൻ കള്ളൻ ബാത്റൂമിനകത്ത് കയറിയിട്ട് മൂട്ടി കയറ്റി വെച്ചിരുന്ന ആ സൂചി താക്കോല് അത് പുറത്തേക്ക് എടുക്കും. സോ വെറുതെ അല്ല എയർപോർട്ടുകാർ മോഡും ചെക്ക് ചെയ്യണമെന്ന് പറയുന്നു. ഈ സമയത്ത് ഫ്രണ്ടിൽ പോയ കാറുകാരനില്ലേ, അയാൾ ഇവരുടെ എല്ലാം മുന്നേ ചെന്ന് ഒരു ഭാഗത്ത് വീണ്ടും ഈ സ്പൈക്ക് സ്ട്രിപ്പ് ഇടാണ്. എന്നിട്ട് കാടിനകത്ത് കയറി ഒളിച്ചിരിക്കും. ഈ സമയത്ത് നല്ല മഞ്ഞായതുകൊണ്ട് ഹീറോയ്ക്ക് റോഡ് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഫ്രണ്ടിൽ പോണ വണ്ടിയാണെങ്കിൽ കുറച്ച് വേഗത്തിൽ പോകുന്നു. ഹീറോ അവരെ വിളിച്ച് പറയും, കുറച്ച് സ്ലോ ആയിട്ട് പോകൂ, എനിക്ക് നിങ്ങളെ കാണുന്നില്ല. അവർ ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, പേടിക്കാതെ വരൂ എന്ന് പറഞ്ഞ് ചിരിക്കുക. ഈ നേരം ട്രക്കിനകത്ത് ബാത്റൂം പരിപാടി കഴിഞ്ഞ് അപ്പം കള്ളനെ വീണ്ടും തിരിച്ച് ക്യാബിനിൽ കയറ്റി പൂട്ടിയിട്ടു. അപ്പൊ ഇവിടെ ഹീറോ ആ പട്രോളിംഗ് വണ്ടി കാണാത്തോണ്ട് അവരെ വിളിച്ച് വീണ്ടും നിങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവര് മിണ്ടുന്നില്ല. പെട്ടെന്നാണ് വണ്ടി എന്തിന്റെയോ പുറത്ത് കയറി ഫ്രണ്ടിലെ 2 ടയറും പൊട്ടി കൺട്രോൾ പോകുന്നു. ഭാഗ്യം കൊണ്ട് ഹീറോ ചവിട്ടി വണ്ടി നിർത്തും. എന്താ പറ്റിയെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. വണ്ടി ആടി ഒലഞ്ഞതുകൊണ്ട് പാർട്ട്ണർ പോലീസുകാരൻ ചോദിക്കും, എന്താ പറ്റിയെന്ന്. ഹീറോ പറയും, വണ്ടി എന്തിനോ ഇടിച്ചു എന്ന് തോന്നണേ, മറ്റേ പട്രോളിംഗുകാരെയും കാണുന്നില്ല, എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നണോ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ ചോദിക്കുകയാണ്. എന്നിട്ട് വണ്ടിയുടെ ഒരു വശത്തേക്ക് നോക്കുമ്പോൾ ഇവരെ മുന്നേ പോയിക്കൊണ്ടിരുന്ന കാറിന്റെ വെളിച്ചം കാണാം. അതിപ്പോ ഇവർക്ക് പുറകിലാണുള്ളത്, കാടിനോട് ചേർന്ന്. സോ ഹീറോ പാർട്ട്ണറോട് പറയും, ആ വണ്ടി നമുക്ക് പുറകിലുണ്ടെന്ന് തോന്നണോ, അവരെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, എന്താ ചെയ്യണ്ടേ, ടയറും പഞ്ചറായിട്ടുണ്ട്. ഇത് കേട്ട് പാർട്ട്ണർ, ഞാൻ എന്തായാലും പുറത്തിറങ്ങി നോക്കാം, വേറെ വഴിയില്ലല്ലോ, നീ വണ്ടിയിൽ നിന്ന് അനങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങേര് ട്രക്കിന്റെ പുറകിലെ ക്യാബിൻ തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറുണ്ട്, അത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് മെല്ലെ ടോർച്ച് അടിച്ച് ആ കാറ് കിടന്ന ഭാഗത്തേക്ക് പോവാണ്. ഇപ്പൊ ട്രക്കിനകത്തിരിക്കുന്ന പ്രതികൾ അവർക്ക് മനസ്സിലായി ആരോ അവരെ സഹായിക്കാൻ എത്തിയിട്ടുണ്ടെന്ന്. അവര് മാഫിയ തലവനോട് ചോദിക്കും, റുമാനോ, നിന്റെ ആരെങ്കിലുമാണോ വന്നിരിക്കുന്നത്? റുമാനോ പറയും, എന്റെ ബ്രദർ എന്നെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞിരുന്നു, ഒരുപക്ഷെ അവനായിരിക്കും. ഈ നേരത്തെ അപ്പം കള്ളൻ തന്റെ ഒളിച്ചു വെച്ച താക്കോലും എല്ലാം പുറത്തെടുക്കുന്നുണ്ട്. അയാൾ ഡോറ് തുറക്കാൻ പോവാ. അപ്പൊ ഇവിടെ ഹീറോ പാർട്ട്ണറെ വിളിച്ചു നോക്കും. മറ്റേ പെട്രോളുകാരെ പോലെ പാർട്ട്ണർ ഇപ്പം മിണ്ടുന്നില്ല, അയാളുടെ റെസ്പോൺസും ഇല്ല. ഈ നേരം അപ്പം കള്ളൻ ഒരു കുളത്തുണ്ടാക്കി തന്റെ ഡോറ് വലിച്ച് തുറക്കുന്നുണ്ട്. പുള്ളിക്ക് അത് തുറന്നു കിട്ടി. ഇവിടെ പാർട്ട്ണറെ കാണാത്തോണ്ട് വേറെ വഴിയില്ല. ഹീറോ എന്തായാലും ട്രക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ്. മെല്ലെ തോക്കും കൊണ്ട് പുള്ളിക്കാരൻ പുറത്തേക്ക് ഇറങ്ങി ചുറ്റും പരിശോധിക്കുമ്പോൾ പാർട്ട്ണറെ ബോഡി നിലത്തെടുക്കുന്ന കാണും. പാർട്ട്ണർക്ക് വെടിയേറ്റിട്ടുണ്ട്. കുറച്ച് അകലെയായി ഇവർക്ക് പെട്രോളിങ്ങിന് വന്ന വണ്ടി അത് റോഡിൽ നിന്ന് മാറി കാട്ടിലേക്ക് വീണടക്കുന്നു. ഇത് കണ്ട അതേ സമയം ദൂരെ നിന്ന് ആരോ ടോട്ടോന്ന് ഇവരെ വെടിവെക്കുന്നുണ്ട്. നല്ല ഫോഗ് ആയതുകൊണ്ട് ഹീറോയ്ക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പക്ഷെ ആ വെടിവെക്കുന്ന ആള് സ്നൈപ്പർ വെച്ച വെടിവെക്കുന്നു. അയാൾക്ക് ഏകദേശം ക്ലിയർ ആണ്. എന്നാൽ ഈ മരങ്ങൾ ഉള്ളതുകൊണ്ട് ഹീറോയെ കറക്റ്റ് ടാർഗറ്റിന് കിട്ടുന്നില്ല. ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അങ്ങനെ ആദ്യം ഈ ബോഡി അവിടെ തന്നെ ഇട്ടിട്ട് പട്രോളിങ്ങിന് വന്ന ആൾക്കാരുടെ അവസ്ഥ നോക്കാൻ വേണ്ടി അവരെ കാറിനടുത്തേക്ക് ഓടും. നോക്കുമ്പോൾ അതിലുണ്ടായിരുന്ന 2 പോലീസുകാരും സ്പോട്ടി വെച്ച് തന്നെ മരിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഹീറോയെ ആ കില്ലർ വീണ്ടും വെടിവെക്കുന്നുണ്ട്. ഇവിടെ ട്രക്കിനകത്തിരിക്കുന്ന പ്രതികൾക്ക് കാര്യം മനസ്സിലായി. പുറത്തുനിന്ന് ആരോ പോലീസിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവരെ രക്ഷപ്പെടുത്താൻ വരുമെന്നാണ്
അവരുടെ വിചാരം. അപ്പംകള്ളൻ റാമിസിനോട് ചോദിക്കും, നിന്റെ ആൾക്കാരാണോ? അവർക്ക് എങ്ങനെ നമ്മളെ രക്ഷപ്പെടുത്താനാണ് പ്ലാൻ? നീ പുറത്തിറങ്ങുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളെയും പുറത്തേക്ക് ഇറക്കണം. ഇതിനൊന്നും റാമിസ് മിണ്ടുന്നില്ല. ഈ സമയം ഹീറോയുടെ ചെവിയുടെ അടുത്ത് വെച്ച് തന്നെ ഒരു ഉണ്ട പൊട്ടി. അയാളെ തല കറങ്ങിപ്പോവും, ഒന്നും കേൾക്കുന്നില്ല. ആകമൊത്തൊരു മൂടല്. പുള്ളി വെടി വരുന്ന ഭാഗത്തേക്ക് തന്റെ തോക്കും കൊണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മഞ്ഞിൽ ആരെ നോക്കി ഷൂട്ട് ചെയ്യാനാ? ഒന്നും കാണുന്നില്ല. വെറുതെ വെടിവെച്ച് വെച്ച് അവസാനം അതിൽ ഉണ്ടയും തീർന്നു. രക്ഷയില്ലാതെ വീണ്ടും ട്രക്കിനടുത്തേക്ക് ഓടുകയാണ്. ഈ ഓടുന്ന വേളയിൽ കാലിലൊരു വെടിയുണ്ട്. എങ്ങനെയൊക്കെയോ ട്രക്കിനടുത്തേക്ക് എത്തി അതിലേക്ക് വലിഞ്ഞേറി ട്രക്ക് അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് പുള്ളി വോക്കി ടോക്കിയിൽ ഹെഡ്ക്വാർട്ടേഴ്സിനെ വിളിച്ച് പറയും, ഞങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെട്ടു, എത്രയും പെട്ടെന്ന് ബാക്കപ്പ് സപ്പോർട്ടിന് വരണമെന്ന്. എന്നാൽ ആ കോള് നേരെ റീച്ച് ആയോ എന്നറിയാൻ പാടില്ല. റെസ്പോൺസ് ഇല്ല. വണ്ടി പഞ്ചർ ആയെങ്കിലും അവിടുന്ന് കുറച്ച് ദൂരെങ്കിലും പോകാമല്ലോ. അതുകൊണ്ട് ഹീറോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. പക്ഷെ സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോഴേക്കും കില്ലർ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്ത് ഗ്ലാസ് പൊട്ടിച്ചു കളഞ്ഞു. ഇനി അടുത്ത വെടി ഹീറോയുടെ മണ്ടക്കിട്ടായിരിക്കും. അതുകൊണ്ട് ഹീറോ പെട്ടെന്ന് തന്നെ പ്രതികളിരിക്കുന്ന ക്യാബിനകത്തേക്ക് വന്ന് ആ ക്യാബിൻ ലോക്ക് ചെയ്യും. അകത്തുനിന്ന് ലോക്ക് ചെയ്യും. ഓടിച്ചെന്ന് ഫസ്റ്റ് എയ്ഡ് കിട്ടിയെന്ന് മുറിവിനുള്ള മരുന്നെടുത്ത് വെടികൊണ്ട ഭാഗത്ത് അത് പുരട്ടുക. ഇത് വണ്ടിയിലിരിക്കുന്ന പ്രതികൾ കാണുന്നുണ്ട്. ഹീറോയ്ക്ക് വെടിയേറ്റ കാര്യം അവർ പരസ്പരം പറയും. ഈ നേരത്ത് അപ്പംകള്ളൻ അയാൾ മെല്ലെ ഒളിച്ചും പാത്തും ആ ക്യാബിൻ ഇറങ്ങിയിട്ട് മറ്റൊരു സ്ഥലത്ത് മറിഞ്ഞിരിക്കും. ഇപ്പൊ ആരോ വണ്ടി ഡ്രില്ല് വെച്ച് തുളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിലെ ചെറുപ്പക്കാരൻ പ്രതി ഹീറോയോട് ചോദിക്കും, ഓഫീസർ എന്തുകൊണ്ടാണ് വണ്ടി ഇവിടെ നിൽക്കുന്നത്? എന്താണ് പറ്റിയെന്ന്. ഹീറോ അതിനൊന്നും മിണ്ടില്ല. നേരെ റാമിസ് തലവന്റെ അടുത്ത് വന്നിട്ട്, നിന്റെ ആൾക്കാരാണോ വന്നിരിക്കുന്നത്? അവരെന്താ ചെയ്യാൻ പോകുന്നത്? അവർക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. നീ എന്താടാ കൽപ്പിച്ചിരിക്കണെന്ന് ചോദിക്കും. ഇത് 6 ട്രക്കാ, ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പൊ റാമിസ് പറയും, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, 2 മിനിറ്റിനകം ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഡ്രൈവിംഗ് ക്യാബിനിലേക്ക് ആരോ ഒരാൾ കയറുന്നുണ്ട്. അയാൾ അവിടുത്തെ CCTV പൊട്ടിച്ചു കളയും. സോ അയാൾ ഇവർക്ക് കാണില്ല. പക്ഷെ അയാൾക്ക് ഇവരെ കാണാം. ഈ നേരം ഒളിച്ചിരുന്ന അപ്പൻ നമ്പൂതിരി അയാൾ ചാടി ഹീറോയെ അറ്റാക്ക് ചെയ്ത് പിടിച്ച് കെട്ടാൻ നോക്കും. എന്നാൽ ഹീറോ പിടികൊടുക്കാതെ തന്റെ കയ്യിലെ തോക്ക് കാണിച്ച് അയാളെ സ്റ്റാച്ചു അടിപ്പിക്കും. സ്റ്റാച്ചു അനങ്ങി പോരുത്. അതിലുണ്ടല്ലാത്ത കാര്യം നമുക്കും ഹീറോയ്ക്കും അറിയാൻ പാടുള്ളൂ. ഇവർക്കറിയില്ലല്ലോ. ദൂരെ നിന്ന് വേണമെങ്കിൽ വിളിച്ചു പോവാ, ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഓടിക്കളയാം. ഇപ്പൊ ഹീറോ അപ്പംകള്ളനോട് ചോദിക്കും, ആരാണ് അറ്റാക്ക് ചെയ്യുന്നത്? നിനക്കറിയാവരെ? അപ്പൊ അപ്പംകള്ളൻ ചിരിച്ചിട്ട്, എന്റെ അടുത്ത് ചോദിച്ചിട്ട് എന്തിനാ? നിനക്കല്ലേ വെടികൊണ്ടത്, നീ കണ്ടിട്ടുണ്ടാവുമല്ലോ. എനിക്കാരാണെന്ന് അറിയില്ല. ഇനി അത് റുമാനോന്റെ ആൾക്കാരാണെങ്കിൽ അവരെന്തായാലും അവനെ കൊണ്ടുപോകാതിരിക്കില്ല. ഇതയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരു മുത്തശ്ശനുണ്ട് പ്രതിയായിട്ട്. അയാളുടെ ക്യാബിനിലേക്ക് ആരോ പെട്രോൾ ഒഴിച്ചു. പുറത്തു നിന്ന് കുഞ്ഞു പൈപ്പിൽ കൂടെ ആരോ പെട്രോൾ ഒഴിച്ചിരിക്കുക. എന്നിട്ട് അയാൾ അതിന് തീയും വെക്കും. അപ്പൂപ്പൻ തീ പിടിച്ചു, എന്നെ തുറന്നു വിട് എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഇതാകെ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനാ. ഇവരെ തുറന്നു വിടാൻ പാടില്ലല്ലോ. അയാൾക്ക് തീയും പിടിക്കുന്നുണ്ട്. അപ്പംകള്ളൻ ക്യാപ്പ് കിട്ടി അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ നിൽക്കുമ്പം അടുത്ത ക്യാബിനിലേക്ക് ഈ കില്ലർ പെട്രോൾ ഒഴിച്ചു തുടങ്ങി. എല്ലാവരും കിടന്ന് കാറാൻ തുടങ്ങും. അപ്പനാണെങ്കിൽ, ഞാൻ ഒന്നും ചെയ്യില്ല, ദയവ് ചെയ്ത് ആ മുത്തശ്ശനെ തുറന്നു വിട്, അല്ലെങ്കിൽ അയാൾ മരിക്കും, ദയവ് ചെയ്ത് തുറക്കെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹീറോ, ഞാൻ എക്സ്റ്റിങ്ഷർ എടുത്തോണ്ട് വരാം, നീ അനങ്ങിപ്പോരുതെന്ന് പറഞ്ഞ് ഫയർ എക്സ്റ്റിങ്ഷർ എടുത്തോണ്ട് വരും. എന്നിട്ട് അപ്പംകള്ളനോട് എന്നെ ഡോറ് തുറക്കാൻ പറയുന്നു. പുള്ളിക്കാരൻ തുറന്ന ഉടനെ അതിലെ ഗ്യാസ് അടിച്ച് തീ അണച്ചു. എന്നാൽ മുത്തശ്ശന് ജീവൻ ഉണ്ടാവില്ല. അപ്പോഴേക്കും പുള്ളി ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞു. ഇപ്പൊ വേറൊരു റൗഡി ഉണ്ട്. അയാളുടെ ക്യാബിലും തീ പിടിച്ചിരിക്കുന്നു. അയാൾ എന്നെ തുറന്നുവിട് എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഇവർക്ക് വേറെ വഴിയില്ലാതെ അവനെയും തുറന്നുവിടും. ഹീറോ 2 പേർക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്, അനങ്ങിപ്പോരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവന്മാരെന്താ ചെയ്യുക? ബാക്കിയുള്ള പ്രതികളെയും തുറന്നുവിട്ടുകളെ. അങ്ങനെ മുഴുവൻ പ്രതികൾ. ഹീറോ ഒറ്റയ്ക്ക് ഉണ്ടയില്ലാത്ത തോക്കുമായിട്ട്. നീ എത്ര പേരെ ഷൂട്ട് ചെയ്യും? ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. നീ തോറ്റു കഴിഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഉണ്ട താഴ്ത്ത് എന്ന് പറയാണ് ഈ കള്ളന്മാര്. അപ്പോൾ വയർലെസ്സിൽ കൂടെ ഒരു ശബ്ദം കേൾക്കാം, ഗുഡ് ഈവനിങ്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് അവിടുന്ന് പുറത്തു കടക്കാൻ കഴിയില്ല, എനിക്ക് അകത്തേക്കും വരാൻ കഴിയില്ല. ആ പോലീസ് ഓഫീസറുടെ കയ്യിൽ ഒരു കീ ഉണ്ട്. ആ കീ ഉപയോഗിച്ച് മാത്രമേ ഡോറ് തുറക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്കെല്ലാം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഡോറ് തുറന്ന് എന്നെ അകത്തേക്ക് വിടാം. നിങ്ങൾ ആരെയും ഞാനൊന്നും ചെയ്യില്ല, വെറുതെ വിടും. ഇനി ഡോറ് തുറന്നില്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് തീ വയ്ക്കും. പിന്നെ മറ്റൊരു കാര്യം, ആ പോലീസുകാരന്റെ ഉണ്ടയിൽ തോക്കില്ല, അല്ലെങ്കിൽ തോക്കിൽ ഉണ്ടയില്ല. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, റുമാനോ, അവൻ നിന്റെ ആളല്ല, അവന് മറ്റെന്തോ ഈ ട്രക്കിനകത്തു നിന്നും വേണം. അവൻ നിങ്ങളെ ജീവനോടെ വിടുമോ എന്നറിയില്ല, നിന്റെ കൂട്ടുകാരല്ല. ഇത് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രതികൾ സൈഡിൽ നിന്ന് ഹീറോയെ അറ്റാക്ക് ചെയ്ത് ആ ഗണ്ണ് തട്ടിക്കളഞ്ഞു പോക്കറ്റിലുള്ള കീയും വലിച്ചെടുക്കാൻ ശ്രമിക്കും. ആ കീ നിലത്തേക്ക് വീഴാം. ഹീറോ ഇവരെ തള്ളിവിട്ട് ഓടാൻ ശ്രമിക്കുന്നുണ്ട്. അവർ വീണ്ടും ഹീറോയെ പിടിക്കാൻ നേരം എതിർഭാഗത്താണ് കീ വീണടക്കുന്നത്. ആ കീയുടെ അടുത്തുള്ളത് റുമാനോയും മറ്റേ ചെറിയ ചെറുക്കനോ. റുമാനോ ആ കീ എടുക്കുമ്പോൾ ഈ ചെറിയ ചെറുക്കൻ റുമാനോയെ മണ്ടയ്ക്കടിച്ച് കൊന്നുകളയും. ആ കാർട്ടൽ ബോസിനെ ഇവൻ മണ്ടയ്ക്കടിച്ച് കൊന്നുകളഞ്ഞു. ഇവരെല്ലാം കണ്ട് ഞെട്ടിപ്പോവും. നീ എന്ത് പണിയാടാ കാണിച്ച്? നീ എന്തിനാ അയാളെ കൊന്നത്? ആ കീ എവിടെ? എന്താ സംഭവിക്കണേന്ന് ഇവർ ചോദിക്കുമ്പോൾ ആ ചെറുക്കൻ പറയാ, പുറത്തുള്ളവൻ നമ്മളെല്ലാവരെയും കൊന്നുകളയും. ഇപ്പൊ ഇയാൾ ഡോറ് തുറന്നാൽ നമ്മളെല്ലാവരും മരിക്കും, നമ്മൾ പുറത്തു പോകരുത്. ഇത് കേട്ട് അപ്പൻ ചോദിക്കുക, അയാൾ നിനക്ക് വേണ്ടിയാണോ വന്നത്? സത്യം പറ, നിന്റെ കയ്യിലല്ലേ കീ ഉള്ളത്? നീ എന്താണ് ചെയ്ത്? നീ കാരണം ഞങ്ങളെല്ലാം ആപത്തിൽ പെടാൻ കഴിയില്ല, സത്യം പറയും. അപ്പോൾ വയർലെസ്സിൽ കൂടെ
കില്ലർ വീണ്ടും സംസാരിക്കുന്നു. നാനോ എന്നാണ് ആ ചെറുക്കൻ്റെ പേര്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന്. നിങ്ങൾ ആരൊക്കെ അതിനകത്തുണ്ടോ എനിക്ക് പ്രശ്നമല്ല. ഞാൻ വന്നത് അവന് വേണ്ടിയിട്ടാ. എനിക്ക് അവനെ വേണം. നിങ്ങൾ അവൻ എനിക്ക് തരിക. ഒന്നും മിണ്ടാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവുക. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടില്ല. ഇത് കേൾക്കുമ്പോൾ പ്രതികൾ നാനോയോട് ചോദിക്കും, നീ അവൻ എന്താണ് ചെയ്തത്? എന്തുകൊണ്ടാണ് അവൻ നിന്നെ ഫോളോ ചെയ്ത് വരുന്നതെന്ന്. അപ്പൊ നാനോ പറയാണ്, സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അയാളുടെ കേസ് പോലീസുകാർ അന്വേഷിച്ചതിൽ അയാൾക്ക് തൃപ്തിയില്ല. ആ പോലീസുകാരാണ് കുറ്റക്കാരൻ, ഞാനല്ല. അതിലും ആ പോലീസുകാർ അയാളുടെ കൂട്ടുകാരാണ്. അയാളും ഒരു പോലീസുകാരനായിരുന്നു. അയാളുടെ കേസുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. എനിക്കെതിരെ ഒരു കുറ്റവുമില്ല, എവിഡൻസും ഇല്ല. എന്നിട്ട് എന്തിനാണ് അയാൾ എന്നെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കണേന്ന് എനിക്കറിയില്ല. അപ്പം പോലീസ് ചോദിക്കും, നീ പറയുന്നത് ഇയാളൊരു പോലീസുകാരനാണെന്നാണോ? അപ്പൊ നാനോ അയാൾ പോലീസുകാരനായിരുന്നു, പക്ഷെ ഇപ്പൊ പോലീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അയാൾ ഭയങ്കര ഡേഞ്ചറാ, ഒരാളെയും ജീവനോടെ വിടില്ല. തനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ പോലീസുകാരനോട് ചോദിച്ചു നോക്ക്, ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു നോക്ക്. ഞാൻ പറയുന്നത് സത്യമാണ്. അപ്പൊ ഈ കൂടുള്ള പ്രതികൾ പറയുന്നുണ്ട്, ഇവന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയില്ല, അവനെ വിട്ടുകൊടുക്ക്, നമുക്കെങ്കിലും ജീവനോടെ പോവാന്ന്. വയർലെസ്സിൽ കൂടെ വീണ്ടും കേൾക്കാം, അവനെ എനിക്ക് താ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും ഞാൻ കൊല്ലുമെന്ന്. ക്യാമറയിൽ കൂടെ ഇവിടെ നടക്കുന്ന എല്ലാം അയാൾ കാണുന്നുണ്ട്, CCTV കൂടെ. ഹീറോ അത് കാണിച്ചു കൊടുക്കും. അപ്പൊ ഈ നാനോ പറയാണ്, മിഗേൽ എന്നാണ് ആ കില്ലറുടെ പേര്. മിഗേൽ, നീ എന്തിനാണ് എന്നെ ഫോളോ ചെയ്തു വരുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല, നീ എന്നെ തെറ്റിദ്ധരിച്ചാണ്. അത് കേൾക്കുമ്പോൾ മിഗേൽ പറയും, ഞാൻ തെറ്റിദ്ധരിച്ചല്ല, നിന്റെ കൂട്ടുകാരനാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ നാനോ ചോദിക്കും, നീ ചീനോൻ എന്താ ചെയ്ത്? സത്യം പറയടാ, നീ ചീനോൻ എന്താ ചെയ്ത്? അപ്പൊ ആ കില്ലർ അപ്പങ്കളനോട് പറയും, പൂകോ, അവൻ എനിക്ക് വിട്ടുതാ, നമുക്കിത് വൃത്തിയായിട്ട് തീർക്കാം, നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇത് കേൾക്കുമ്പോൾ കൂടുള്ള പ്രതികൾ ഈ ചെറുക്കൻ അറ്റാക്ക് ചെയ്ത് അവന്റെ കയ്യിലെ താക്കോൽ അടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. ഇവരെല്ലാം തനിക്കെതിരെ വരുന്ന കാണുമ്പോൾ ചെക്കൻ ആ താക്കോല് വായിലിട്ട് മിഴുങ്ങിക്കളയും. ഇവർ ആ ചെറുക്കന്റെ മോന്തയ്ക്ക് ഒരു കുത്തു കൊടുത്ത് അവനെ ബോധം കെടുത്തുക. സംഭവം വഷളായിന്ന് മനസ്സിലായ കില്ലർ ഇനി ഇവന്മാരോട് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വണ്ടിയുടെ പഞ്ചറായ 2 ടയർ മാറ്റും. എന്നിട്ട് മെല്ലെ അയാളുടെ കാറിനടുത്തേക്ക് നടന്നു വരുന്നു. അപ്പോഴാണ് കില്ലറെ ഫേസ് നമുക്ക് കാണിക്കുന്ന ഒരു മിഡിൽ ഏജ് മാനാണ്. പുള്ളിക്കാരൻ കൂളായി വന്ന് കാറിനകത്ത് കയറി കാപ്പിയും കുടിച്ചിട്ട് വീണ്ടും ഈ ട്രക്കിലേക്ക് വന്ന് ട്രക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് ഹീറ്ററിലേക്ക് പോകുന്ന കണക്ഷൻ അത് കട്ട് ചെയ്തിടും. അപ്പൊ ഈ പ്രതികൾ ഇരിക്കുന്ന ക്യാബിനൊക്കെ തണുത്ത് വിറയ്ക്കുമല്ലോ, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതാക്കുകയാണ്. ഇവിടെ ബാക്കിയുള്ള പ്രതികൾ ഹീറോനെയും ആ ചെറിയ ചെക്കനെയും പുറകിലുള്ള ക്യാബിനിൽ പൂട്ടിയിടും. ക്യാബിൻ തണുക്കുന്ന മനസ്സിലാക്കിയിട്ട് ഹീറോ, ഇനി അരമണിക്കൂറേ നമുക്ക് ബാക്കിയുള്ളൂ, ഈ ക്യാബിൻ മൊത്തം തണുത്ത് വരച്ച് നമ്മൾ ചാകും, നിങ്ങൾ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിക്കും. അപ്പൊ അവര് പറയാണ്, ആ ചെറുക്കന്റെ വയറ് മുറിച്ച് അവൻ വിഴുങ്ങിയ കീ എടുക്കാൻ പോവാന്ന്. ആ വയറ് മുറിക്കാനുള്ള എന്തെങ്കിലും ഉപകരണം വേണ്ടേ? അതില്ല, അത് എവിടുന്ന് കണ്ടുപിടിക്കും എന്നുള്ള ചർച്ചയിലാണ് അവർ. ഈ സമയത്ത് അകത്തെ ലൈറ്റും കില്ലർ കട്ട് ചെയ്യും. ഇപ്പൊ എമർജൻസി ലൈറ്റ് മാത്രമേ കത്തുന്നുള്ളൂ. എന്നിട്ട് അയാൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് എടുത്തോണ്ട് പോവാ. എങ്ങോട്ടോ വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ട് പോവാ. ഇപ്പൊ ക്രിമിനൽസ് ഇവരെ ബാഗ് എല്ലാം സൂക്ഷിച്ചിരിക്കുന്ന വണ്ടിയുടെ താഴത്തെ ക്യാബിനിലാണല്ലോ, അണ്ടർഗ്രൗണ്ട് ക്യാബിനിൽ. അതിലേക്ക് പോകാനുള്ള വഴി മോളിൽ തന്നെയുണ്ട്. അപ്പോഴാണ് വീണ്ടും വയർലെസ്സിൽ കൂടെ കോള് വരുന്നത്. അപ്പം നമ്പൂതിരി പുള്ളിയായിട്ട് സംസാരിക്കും, മിഗേൽ, ആ പയ്യൻ താക്കോല് വിഴുങ്ങി, ഞങ്ങൾ അവനെ കട്ട് ചെയ്ത് അത് പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്, ഞങ്ങൾക്ക് കുറച്ച് സമയം വേണമെന്ന് പറയും. അപ്പൊ ആ കില്ലർ, നിങ്ങൾ അവനെ കൊല്ലരുത്, എനിക്ക് അവനെ ജീവനോടെ വേണം, എങ്കിൽ മാത്രമേ നിങ്ങളെ ഞാൻ വെറുതെ വിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്പൂതിരി, കുറച്ചുകൂടെ സമയം വേണം, നീ ഞങ്ങളെ സങ്കടപ്പെടുത്താതെ കുറച്ച് സമയം കൊടുത്താൽ ഞങ്ങൾ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം എന്ന് പറയുന്നുണ്ട്. ഈ നേരം ആ ചെറിയ പയ്യൻ CCTVയുടെ വയറ് കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ നടക്കുന്ന ഒന്നും പുള്ളിക്കാരെ കാണാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഹീറോ ചോദിക്കും, നാനോ, മിഗേൽ എന്തുകൊണ്ട് നിന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു? നീയാണെങ്കിൽ റുമാനോനെ കൊല്ലുകയും ചെയ്തു, നിന്റെ പേര് വലിയ കേസൊന്നുമില്ലല്ലോ, നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും. അപ്പൊ നാനോ പറയും, ആ പ്രാന്തൻ ഡോറ് തുറന്നിരുന്നെങ്കിൽ കില്ലർ ഉറപ്പായിട്ടും നമ്മളെല്ലാവരെയും കൊല്ലുമായിരുന്നു, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ് ചെയ്തത്. ആ കില്ലർ ജയിലിലേക്ക് എന്നെ കാണാൻ വന്നിരുന്നു, എന്നെ ഉറപ്പായിട്ടും കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അവൻ വിചാരിക്കുന്നത് സത്യമല്ല, ഞാൻ അവനെതിരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഹീറോ ചോദിക്കും, അയാൾ ചീനോനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ചീനോ നിന്റെ ആരാണെന്ന്? നാനോ പറയും, ചീനോ എന്റെ ബ്രദറിനെ പോലെയാ, അവന്റെ വീട്ടിലാണ് ഞാൻ വളർന്നത്, അവനൊരു മുത്തശ്ശി ഉണ്ടായിരുന്നുള്ളൂ, ഇവൻ അവരെന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല, അവരും കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് കുടുംബമില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ബാക്കിയുള്ള പ്രതികൾ അവരെ ലഗേജിൽ നിന്നും കുറച്ച് ടൂൾസ് എടുക്കും. എന്നിട്ട് ഈ അണ്ടർഗ്രൗണ്ട് കവാടത്തിലൂടെ പുറത്തേക്ക് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാൻ പറയാണ്. നെറ്റി കുരിശിന്റെ ടാറ്റു അടിച്ചൊരു പ്രതിയുണ്ട്. ആള് വലിയ കുഴപ്പക്കാരനല്ല, പെങ്ങളെ പീഡിപ്പിച്ചവനെ കൊന്നുകളഞ്ഞു, ഒരു ചെറിയ പ്രതികാരം, അതിനാണ് ജയിലിൽ കിടക്കുന്നത്. ഞാൻ ചെന്ന് അണ്ടർഗ്രൗണ്ടിൽ നോക്കാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇറങ്ങിപ്പോ. ഈ സമയത്ത് വെടികൊണ്ട നമ്മുടെ പാർട്ട്ണർ പോലീസല്ലേ, പുള്ളി മുഴുവൻ മരിച്ചിട്ടില്ല, പകുതിയെ മരിച്ചിട്ടുള്ളൂ. അപ്പൊ ആ പകുതി ജീവനും കൊണ്ട് ആള് പെട്രോളിങ് വന്ന വണ്ടിക്ക് അതിനെന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി വരും. ഈ സമയത്ത് തന്നെ വോക്കി ടോക്കിയിലൂടെ ഇവർ അറ്റാക്ക് ചെയ്ത കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം ലൈൻ കിട്ടും, ഞങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെട്ടു, 2 പോലീസുകാർ സ്പോട്ടിൽ തന്നെ മേർഡേർഡാണ്, പ്രതി ട്രക്കുമായിട്ട് കടന്നു കളഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാക്കപ്പുമായിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ഈ കില്ലർ നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ അയാളുടെ കാറ്, അതവിടെ കിടപ്പുണ്ടാവും. പാർട്ട്ണർ ആ കാറിനകത്ത് കയറി പരിശോധിക്കുമ്പോൾ ഒരു തോക്കും കിട്ടും, കുറച്ച് ഫോട്ടോഗ്രാഫ്സും കിട്ടും, ഒരു പെൺകുട്ടിയുടെ ഫോട്ടോഗ്രാഫ്സാ, അതിൽ ആ പെൺകുട്ടിയുടെ അച്ഛനും ഉണ്ടാവും. സോ പ്രതി ആരാണെന്ന് നമ്മുടെ പാർട്ട്ണർ പോലീസുകാരന് ഇപ്പോൾ മനസ്സിലായി. അയാൾ കാറെടുത്ത് ഈ ട്രക്ക് പോയ വഴിയെ പുറകെ തന്നെ വരാണ്. ഈ സമയത്ത് കുരിശ് ടാറ്റൂക്കാരൻ അയാൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അവിടെ തുറക്കാൻ വല്ല മാർഗമുണ്ടോ നോക്കുമ്പോൾ സ്ക്രൂ ഇട്ട് പൂട്ടി വെച്ചിരിക്കുന്ന ഒരു ഡോറ് കാണും, ഒരു കവർ. ഇവിടെ ഒരു കവറുണ്ട്, ഞാൻ അത് ഓപ്പൺ ചെയ്യാൻ നോക്കാം
ഒരുപക്ഷെ വഴി കിട്ടുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അത് തുറക്കാണ്. ആ നട്ട് ലൂസ് ചെയ്ത് അത് തുറക്കാൻ ശ്രമിക്കുക. അപ്പൊ ഹീറോ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് ആം ട്രക്കാ, എന്ത് ചെയ്താലും നിങ്ങൾക്കത് തുറക്കാൻ കഴിയില്ല. അങ്ങനെ തുറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ പോലീസുകാരനെ എപ്പോഴേ അകത്തേക്ക് വന്നേനെ, നമ്മളെല്ലാവരെയും കൊന്നേനെ. ഇത് കേൾക്കുമ്പോൾ അച്ഛൻ നമ്പൂതിരി പറയും, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് നീ പറയണ്ട. ഒരുപാട് പേരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല, ഞാൻ ചെയ്യും, ഞങ്ങളത് തുറക്കും, ഇവിടുന്ന് രക്ഷപ്പെടും, ഞാനൊരു ബാറും പണിയും, എന്നിട്ട് ഞാൻ സന്തോഷമായി ജീവിക്കും. അത് പറ്റില്ലെന്ന് എന്നോട് ആരും പറയണ്ട. തനിക്ക് എന്നെ ഓർമ്മയില്ലല്ലോ, തൻ്റെ ഭാര്യ, സുന്ദരിയായ ഭാര്യ, അവൾക്ക് സുഖമല്ലേ? ഇത് കേൾക്കുമ്പോൾ ഹീറോ നീ ആരാണെന്ന് ചോദിക്കും. നീ ആരാ? തനിക്കെങ്ങനെ എന്നെ അറിയാം? അപ്പൊ പൂഗോ ചിരിച്ചിട്ട്, നീ വിചാരിക്കുന്നത് പോലെയല്ല, ഞാൻ തൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. ആ പാട്ട് കച്ചേരിയിൽ ഞാനൊരാളായിരുന്നു. നന്നായി പാടാൻ അറിയില്ലെങ്കിലും തൻ്റെ കല്യാണത്തിന് സന്തോഷത്തോടെ ഞാൻ പാടിയിരുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കും. എടാ, കള്ളനൊരു പാട്ടുകാരനാത്രേ, കല്യാണത്തിന് പാട്ട് പാടുന്നവന്റെ കൂടെ നമ്മൾ ഇത്രയും നാള് ജയിലിൽ കിടന്നു. ഇത് പറഞ്ഞവർ ചിരിക്കുമ്പം ഹീറോ അയാളെ നോക്കിയിട്ട്, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഫ്ലാംകോ ബാൻഡ്, ആ ബാൻഡിലെ പാട്ടുകാരനായിരുന്നല്ലേ താൻ? പോകോ, ഞാൻ പറയുന്നത് കേൾക്കൂ, അയാൾ ഒരു കില്ലറാണ്. ഇത്രയും പേരെ കൊന്നെങ്കിൽ നിങ്ങളെ ജീവനോടെ വിടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ദയവ് ചെയ്ത് അയാളെ സഹായിക്കാൻ ശ്രമിക്കരുത്. ഇത് കേൾക്കുമ്പോൾ പോകോ പറയും, ഈ കിട്ടിയ അവസരം ഞാൻ മുതലാക്കാതിരിക്കില്ല. ഇനിയും എത്ര നാൾ ഞാൻ ജയിലിൽ കിടക്കാനാ? ഇത് ദൈവം കൊണ്ടെത്തുന്ന അവസര, മരിക്കോ ജീവിക്കോ ഞാനിത് പ്രയോഗിക്കും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രക്കുമായിട്ട് കില്ലർ അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പണ്ട് നമ്മുടെ രക്ഷപ്പെട്ട പാർട്ട്ണറല്ലേ, പാർട്ട്ണർ പോലീസുകാരൻ, അയാൾ വണ്ടി ഓടിച്ച് ട്രക്കിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. പുള്ളിക്കാരൻ കയ്യിലെ തോക്കുകൊണ്ട്, കാസിയ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി, ട്രക്ക് നിർത്ത്, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ട്രക്കിലേക്ക് ഷൂട്ട് ചെയ്യുക. വീണ്ടും വീണ്ടും ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ കില്ലർ വിടാതെ അയാളെ കാറിനെ ട്രക്ക് കൊണ്ട് പുറകിൽ നിന്ന് ഇടിച്ച് ഒരു സൈഡിലേക്ക് തെറിപ്പിക്കും. ഈ സമയത്ത് ട്രക്കിനകത്തിരിക്കുന്ന പ്രതികൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഒലയുന്നതിനോടൊപ്പം ഒലഞ്ഞ് തെറിച്ച് വീഴാണല്ലോ. അപ്പം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നമ്മുടെ കുരിശ് ടാറ്റു അടിച്ച പ്രതിയില്ലേ, പാവ മനുഷ്യൻ, അയാളുടെ തല സ്ക്രൂവിൽ ചെന്ന് ആഞ്ഞിടിച്ച് കയറി ആ സ്പോട്ടിൽ തന്നെ പുള്ളിക്കാരൻ മരണപ്പെടുകയാണ്. ഇവര് നോക്കുമ്പോൾ ആ റേ എന്ന് പറഞ്ഞ പ്രതിക്ക് അനക്കൂല. ഈ സമയത്ത് കില്ലർ വണ്ടി ചവിട്ടി നിർത്തി ആ പാർട്ട്ണർ പോലീസുകാരന് എന്താ സംഭവിച്ചതെന്ന് നോക്കാൻ വേണ്ടി പോകും. പുള്ളിക്കാരന്റെ കാറ് ഒരു വലിയ പാറക്കല്ലി ഇടിച്ച് പാതി ഉണ്ടായിരുന്ന ജീവനും പോയി. അനക്കൂല. നമ്മുടെ കില്ലർ മിണ്ടാതെ വന്ന് വീണ്ടും ട്രക്ക് എടുത്ത് യാത്രയാവുക. അപ്പൊ പോകോ ചോദിക്കും, കില്ലർ താൻ എന്താ ചെയ്യാൻ പോകുന്നു? ഞാൻ പറഞ്ഞല്ല ഞങ്ങൾ പുറത്തേക്ക് വരാന്ന്, താൻ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ മിക്കേൽ പറയും, അതായത് കില്ലർ പറയും, സൂര്യൻ ഉദിക്കാൻ തുടങ്ങി, ഇനിയും ഞാൻ നിങ്ങൾക്ക് സമയം തരാൻ കഴിയില്ല, എന്റെ കയ്യിൽ സമയം തീർന്നു, ഇതാണ് അവസാന ചാൻസ്. ഞാനോ നീ പുറത്തു വന്നാൽ അവര് രക്ഷപ്പെടും, അല്ലെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഒരേ വിധിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. അപ്പൊ പോകോ ഞാനോട് അടുത്തേക്ക് വന്ന്, സത്യം പറയട തെണ്ടിച്ചക്ക, നീ അയാൾ എന്താണ് ചെയ്ത്? അയാൾക്ക് എന്തുകൊണ്ടാണ് നിന്നോട് ഇത്ര കനത്ത പ്രതികാരം? എല്ലാവരെയും കൊല്ലാൻ മുതിരുന്ന എന്തുകൊണ്ടാ? ഇത് കേൾക്കുമ്പോൾ ചെറുക്കൻ പറയും, എനിക്കറിയാൻ പാടില്ല, എന്താ കാര്യം എനിക്ക് അറിയാൻ പാടില്ല, അതാണ് സത്യം. ഈ പിള്ളെന്തോ മറയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഒരു ബന്ധമില്ലാത്ത പോലെ അവൻ സംസാരിക്കുന്നു. ഇപ്പൊ ഹീറോ പൂഗോയുടെ കയ്യിൽ നിന്നും ആ വയർലെസ് വാങ്ങിച്ചിട്ട്, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞ്, മിസ്റ്റർ എനിക്ക് നിങ്ങൾ ആരാണെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങൾ എത്ര ദൂരം ഈ ട്രക്ക് കൊണ്ട് പോകും? ബാക്കപ്പിന് ആൾക്കാർ വരാനുള്ള സമയമായി, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അത് കേൾക്കുമ്പോൾ മിക്കേൽ പറയും, ഞാൻ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഇപ്പൊ നേരം നന്നായി പുലർന്നു, വെളുത്തു, പുഞ്ചിരിച്ചു തുടങ്ങി. ഇയാൾ ട്രക്ക് മുഴുവൻ വെളുത്ത് കിടക്കുന്ന ഒരു പ്രതലത്തിലേക്ക് ഓടിച്ചു കൊണ്ടുപോകും. അതൊരു താഴ്വാരമാണ് എന്നാണ് ആദ്യം നമ്മൾ കരുതുക. പക്ഷെ ട്രക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആള് ഈ ട്രക്കിന്റെ 4 ഭാഗത്തും ഷൂട്ട് ചെയ്യുന്നുണ്ട്, വെടിവെക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ട്രക്ക് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്ന ഒരു തടാകത്തിന് മുകളിലാണ്. ഐസ് പൊട്ടിയ വണ്ടി വെള്ളത്തിനകത്തേക്ക് പോകും. ഐസ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ 4 ഭാഗത്ത് ഷൂട്ട് ചെയ്തിട്ട് മിണ്ടാതെ അവിടെ നിന്ന് നടന്നു പോവാ. ഇപ്പൊ ട്രക്കിന്റെ ഒരു വശം മെല്ലെ വെള്ളത്തിലേക്ക് താഴാൻ തുടങ്ങി. വെള്ളം ട്രക്കിനകത്തേക്ക് കയറി വരുന്നു. ടൈറ്റാനിക് കണ്ട പോലെയുണ്ട്. വെള്ളം വരാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി, വണ്ടി ഏതോ തടാകത്തിൽ കൊണ്ടുപോയി ഈ കില്ലർ ഇട്ടിരിക്കുക. നമ്മുടെ ഹീറോനെയും ചെറുക്കനെയാണെങ്കിൽ പൂട്ടി വെച്ചിരിക്കല്ലേ, അവർക്ക് ഒരു രക്ഷയില്ല. മറ്റേ ഭാഗത്തൂടെ വെള്ളം കയറി വരുന്നുണ്ട്. ചരിഞ്ഞാണ് വണ്ടി മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കടന്ന് പെടയുന്നുണ്ടാവും. വെള്ളത്തിനാണെങ്കിൽ -डिग्री തണുപ്പല്ലേ. ഹീറോ അപ്പൊ പൂഗോ ഞങ്ങളെ തുറന്നുവിട്, ദയവ് ചെയ്ത് ഞങ്ങളെ തുറന്നുവിട്, എനിക്കൊരു വഴി അറിയാം, ഞാനത് പറഞ്ഞുതരാം, ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ട്, എനിക്ക് മാത്രമേ അത് അറിയുള്ളൂ, എന്നെ തുറന്നു വിടുന്ന് പറയും. വണ്ടി ഇപ്പൊ പകുതി വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങി. ഇപ്പൊ പിൻഭാഗം മൊത്തം വെള്ളം കയറിയിരിക്കുക. ഹീറോ നിൽക്കുന്ന ഭാഗം മാത്രമേ എംറ്റി ആയിട്ടുള്ളൂ. എവിടെയാടാ എമർജൻസി ഡോർ? ഇത്രയും നേരം പറയാതെ ഇപ്പൊ പറയുന്നത് എന്താ? നീ ഞങ്ങളെല്ലാം കൊല്ലാൻ നിൽക്കായിരുന്നു. ഹീറോ പറയും, ഞാൻ അപ്പ പറഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ ആപത്തായെന്നെ, ഇപ്പൊ തുറന്നുവിട്, ഞാൻ എവിടെയാണെന്ന് പറയാം. പൂഗോ ഉടനെ കയ്യിൽ ആ സൂചി താക്കോലെടുത്ത് ലോക്ക് തുറക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് പടത്തിൽ കണ്ടിട്ടുള്ളതാണല്ലോ, ഇങ്ങനെ
അങ്ങനെയുള്ള അടിയന്തര സാഹചര്യത്തിൽ താക്കോൽ എന്തായാലും താഴെ പോവുമെന്ന്. അതേപോലെ കയ്യിൽ നിന്ന് സ്ലിപ്പായി താക്കോല് വെള്ളത്തിനടിയിലേക്ക് പോവാ. എല്ലാവരും കടന്ന് കാറാൻ തുടങ്ങും. അപ്പൊ പൂകോടെ അളിയനെയും കൂട്ടിയിട്ടാണ് പുള്ളിക്കാരൻ ജയിലിൽ പോയിരിക്കുന്നത്. ഒരു സഹായത്തിന് അളിയൻ പറയും, ഞാനത് എടുത്തോണ്ട് വരാം, ആരും ബേജാറാവണ്ട, എന്റെ ജീവൻ ഞമ്മൾ രക്ഷപ്പെടുത്തും. ഇയാളെ കൊടും തണുത്ത വെള്ളത്തിലേക്ക് ഊർന്നിറങ്ങി നീന്തി വരാം. ഏറ്റവും താഴത്ത് സ്റ്റെപ്പിനരികിലായിട്ട് ഈ സൂചി താക്കോല് കിടക്കുന്ന കാണാം. അതും എടുത്ത് തിരിച്ച് നീന്തി മുകളിലേക്ക് കയറി വരും. പൂകോ ആ താക്കോല് വാങ്ങിച്ച ഉടനെ തന്നെ ലോക്ക് തുറന്നു. പക്ഷെ തുറന്ന അടുത്ത നിമിഷം വണ്ടി മുഴുവനായും വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അത് ഏറ്റവും താഴെ നിലം ഭാഗത്തേക്ക് ചെന്ന് ഇടിച്ചു നിൽക്കും. ഇപ്പൊ അവർക്ക് ഓക്സിജൻ കിട്ടാനുള്ള ചെറിയ സ്പേസ് മാത്രമേ ബാക്കിയുള്ളൂ. അതിലും വെള്ളം കയറി നിറഞ്ഞു തുടങ്ങി. മറ്റൊരു സങ്കടം കൂടെ നടക്കുന്നുണ്ട്. പൂകോടെ അളിയന് ഇത്രയും തണുപ്പിലൂടെ നീന്തിപ്പോയതുകൊണ്ട് അതിന് തരണം ചെയ്യാനുള്ള ശക്തി ഉണ്ടാവില്ല. ഇപ്പോൾ അയാളുടെ ബോധം നഷ്ടപ്പെട്ടു അവസാന നിമിഷത്തിൽ. അപ്പൊ ഈ ചെറിയ ചെറുക്കൻ ഡോർ എവിടെയാണ്, എമർജൻസി ഡോർ എവിടെയാണെന്ന് ചോദിക്കുക. ഹീറോ പറയും, എമർജൻസി റെഡ് ലൈറ്റിന്റെ താഴെയായിട്ട് ആ ഡോറുണ്ട്, അത് വലിച്ചാൽ മതി, അവിടെയാണ് ആ രഹസ്യ ഡോറുള്ളത്. ഇത് കേട്ട പാടെ ചെറുക്കൻ വെള്ളത്തിലേക്ക് മുങ്ങി ആ ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ പൂകോയ്ക്ക് വേറെ വഴിയില്ല, അളിയനെ അവിടെ വിട്ടിട്ട് പോകാനേ കഴിയുള്ളൂ. ഹീറോ നിർബന്ധിക്കും, ഇനിയും നമ്മൾ നിന്നു കഴിഞ്ഞാൽ മുഴുവൻ വെള്ളത്തിനടിയിലാവും. പൂകോ വേറെ വഴിയില്ല, നമുക്കിപ്പോ പുറത്തേക്ക് കിടക്കണമെന്ന് പറഞ്ഞ് ഹീറോ നിർബന്ധിക്കുമ്പോൾ പൂകോ വെള്ളത്തിലേക്ക് മുങ്ങാണ്. അളിയൻ അവിടെ തന്നെ വിട്ടിട്ട് പുറകെ ഹീറോയും ചെല്ലും. അങ്ങനെ രണ്ടുപേരും കൂടെ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് വന്ന് നീന്തി മുകളിലേക്ക് എത്തി. പക്ഷെ മുകളിലേക്ക് എത്തുമ്പോഴേക്കും ഹീറോയുടെ ബോധവും പോയി. കൊട്ടും തണുപ്പല്ലേ. ഈ സമയത്താണ് മിണ്ടാതെ നടന്നു പോകുന്ന നമ്മുടെ ഡാഡി വില്ലൻ ഈ 3 പെടുന്താസുകളും രക്ഷപ്പെട്ടു പോകുന്ന കാണാം. അയാൾ ഓടി വരിക തോക്കും കൊണ്ട്. ഈ സമയത്ത് ബോധം കെട്ട ഹീറോയെ പൂകോ വലിച്ച് കരക്കിടുന്നുണ്ട്. നമ്മുടെ നാനോ, ആ ചെറിയ പയ്യൻ, അവൻ വേറെ ഭാഗത്തൂടെയാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അവൻ കാടിനകത്തേക്ക് ഓടിപ്പോവും. ഈ നേരം പൂകോ ഹീറോയ്ക്ക് ലിപ് കിസ് കൊടുത്തിട്ട് പോയ ഉയിരിനെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ചിരിച്ചും കാണിക്കും, നല്ല രസമുണ്ടായിരുന്നോ ലിപ് ലോക്ക് എന്ന് ചോദിച്ചിട്ട്. ഹീറോ ആണെങ്കിൽ ഇതിലും ഭേദം ചത്താമതിയായിരുന്നു എന്ന പോലെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പോഴാണ് കാടിനകത്ത് വെടിവെച്ച് കേൾക്കുക. ആരോ വെടിവെക്കുന്ന ശബ്ദം. ഹീറോയ്ക്ക് അങ്ങോട്ട് ചെല്ലണ്ടേ? പൂകോ ചോദിക്കും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെ നീ പിടിച്ചു വയ്ക്കുവോ അതോ കൊല്ലുവോ, രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കുവോ? അതിന് ഹീറോയുടെ മറുപടി, നിന്റെ ബാറിന്റെ പേരെന്തായിരിക്കും, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമെന്നാണ്. പൂകോ ചിരിച്ചിട്ട്, എന്റെ അങ്കിളുടെ പേരാ ഫദാങ്കോ, താൻ അങ്ങോട്ട് വരാതിരിക്കുന്നതാവും എന്റെ രക്ഷയ്ക്ക് നല്ലത്. ഹീറോ ചിരിച്ചിട്ട് അയാൾക്ക് കൈ കൊടുക്കും. തന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ ആളല്ലേ, ഇനിയിട്ട് പൂട്ടിയാൽ അത് ന്യായമായ പ്രവൃത്തിയല്ലല്ലോ. അതുകൊണ്ട് പുള്ളിയെ പോവാൻ അനുവദിച്ചു. അത് കഴിഞ്ഞ് ഈ വെടിവെച്ച കേട്ട ഭാഗത്തേക്ക് ഹീറോ ഇറങ്ങിപ്പോവാണ്. അപ്പോൾ ഒരു വീടിനകത്തു നിന്നും ഈ കില്ലർ ഒളിച്ചിരിക്കുന്ന ചെറുക്കനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ പുറത്തേക്ക് ഇറങ്ങിയാൽ വെടിയുള്ളൂ. ഈ അവസ്ഥയിൽ കില്ലറെ കണ്ടിട്ട് ഹീറോ പതിയെ അയാൾക്ക് പുറകെ ചെല്ലുക. പിടിക്കാൻ നേരം കില്ലർ തിരിഞ്ഞിട്ട്, എനിക്ക് തന്നോട് വിരോധമൊന്നുമില്ല, ദയവ് ചെയ്ത് ഇവിടുന്ന് പോകണം, എനിക്ക് വേണ്ടതെന്തോ ഞാനത് കരസ്ഥമാക്കിക്കോളാം. അപ്പൊ ഹീറോ ചോദിക്കും, തനിക്ക് എന്താണ് വേണ്ടതെന്ന്. അപ്പൊ കില്ലർ ചോദിക്കുകയാണ്, നിനക്ക് കുട്ടികളുണ്ടോ? ഉണ്ട്, 2 പെൺകുട്ടികൾ. എനിക്കുണ്ടായിരുന്നു ഒരു പെൺകുട്ടി, പൂ പോലെ മൃദുലമായ ഒരു പാവം പെൺകുട്ടി, എന്റെ മോള്. വില്ലേജ് ഫെസ്റ്റിവലിന് ഞാൻ തനിയെ പോകുള്ളൂ എന്ന് വാശി പിടിച്ച അവള് തന്റെ കൂട്ടുകാർക്കൊപ്പം ഫെസ്റ്റിവൽ കാണാൻ പോയി. അവൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. ഫെസ്റ്റിവലിൽ കണ്ട പുതിയ ആൺകുട്ടികളുമായി അവൾ ഇടപഴകി. കാണാൻ ഭംഗിയുണ്ടായിരുന്ന ആ 2 ചെറുപ്പക്കാര് എന്റെ കുഞ്ഞിനെ പറ്റിച്ച് മദ്യം കൊടുത്തു. അവൾ ഒരിക്കലും മദ്യം കഴിച്ചിട്ടില്ല, ഇഷ്ടമല്ലായിരുന്നു അവൾക്ക്. അത് കഴിഞ്ഞ് അവന്മാർ എന്താ ചെയ്തെന്നറിയോ? 2 പേരും മാറി മാറി പീഡിപ്പിച്ചു അവളെ. പീഡനം സാധാരണ രീതിയിലായിരുന്നില്ല. കട്ടിംഗ് പ്ലെയർ, ബോട്ടില്, മരത്തടി, എന്തൊക്കെയാ അവന്മാർ ഉപയോഗിച്ചെന്നറിയില്ല. ഒരു മൃഗത്തിന്റെ ശരീരത്ത് പോലും കാണിക്കാൻ പാടില്ലാത്ത ക്രൂരതകളാ അവരെന്റെ പിഞ്ചു കുഞ്ഞിനോട് ചെയ്ത്. അവൾക്ക് വെറും 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും കഴിഞ്ഞില്ല. കാറിന് പുറകിൽ അവളുടെ ശരീരം കെട്ടിവലിച്ച് ഫാമിലെ എവിടെയോ കൊണ്ടുപോയി തള്ളി. ഇന്ന് വരെ ബോഡി കണ്ടുകിട്ടിയിട്ടില്ല. അവൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഇവനറിയാം, ഈ തെണ്ടി ചെറുക്കനറിയാം അതെവിടെയാണെന്ന്. എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു കേസിലും പെടാതെ അവൻ രക്ഷപ്പെട്ടു. എനിക്ക് ഈ സിസ്റ്റത്തിൽ വിശ്വാസമില്ല. ഞാനൊരു പോലീസുകാരനായിരുന്നു. എനിക്കറിയാം നിയമം എങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്ന്. എനിക്ക് ആ നിയമം വേണ്ട. എന്റെ മോൾക്ക് കിട്ടേണ്ട നീതി ഒരു അച്ഛനെന്ന നിലയ്ക്ക് ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കും. എനിക്ക് ആ ബോഡി കണ്ടു കിട്ടിയാൽ മതി. അതെന്റെ വീട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കണം. ഞാൻ എന്റെ ഭാര്യയ്ക്ക് കൊടുത്ത വാക്കാണത്. അത് കേൾക്കുമ്പോൾ ഹീറോ ചോദിക്കും, അവനാണത് ചെയ്തതെന്ന് നിനക്കെങ്ങനെ അറിയാം? ഒരുപക്ഷെ നിനക്ക് തെറ്റുപറ്റിയതാണെങ്കിലോ? അപ്പൊ ആ കില്ലർ പറയാണ്, അവന്റെ കൂട്ടുകാരൻ എല്ലാം എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ അവനെ കൊല്ലുന്നതിന് മുന്നേ നാനോയ്ക്ക് മാത്രമേ അവളുടെ ബോഡി എവിടെയുണ്ടെന്ന് അറിയുള്ളൂ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നാനോ കിട്ടിയ ഗ്യാപ്പിന് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും. അപ്പൊ ഒരു സെക്കൻഡ് ഈ കില്ലറെ ശ്രദ്ധ മാറുമ്പോൾ ഹീറോ പുള്ളിക്കാരനെ അറ്റാക്ക് ചെയ്യാണ്. അയാൾ അടിച്ചിട്ട് തോക്ക് തന്റെ കൈവശത്തേക്ക് സ്വന്തമാക്കും. എന്നിട്ട് അനങ്ങിയാൽ ഷൂട്ട് ചെയ്യുമെന്ന് പറയുമെങ്കിലും ആ കില്ലർ ഡാഡി, നീ എന്നെ കൊന്നാലും കുഴപ്പമില്ല, മരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കണേന്ന് പറഞ്ഞ് വീണ്ടും ഈ നാനോ ചെറുക്കന്റെ പുറകെ ഓടിപ്പോവാ. ഹീറോ പുറകെ ചെന്ന് നോക്കുമ്പോൾ പുള്ളിക്കാരൻ നാനോയെ പിടിച്ച് മോന്ത ഇടിച്ചിടിച്ച് ചട്നിയാക്കിക്കൊണ്ടിരിക്കുക. ഹീറോ മുകളിലേക്ക് വെടിവെച്ച്, ഇനി നീ അവനെ തൊട്ടു പോകരുത്, ഞാൻ അവനെ നീ കൊല്ലാൻ അനുവദിക്കില്ല, നിനക്ക് വേണ്ട നിയമം ഞാൻ വാങ്ങിച്ചുതരാന്ന്
എന്ന് പറയും. അപ്പൊ നാനോ പെട്ടെന്ന് ഒരു കല്ലെടുത്ത് ഈ ഡാഡിയുടെ തലക്കിട്ടൊരു അടി കൊടുക്കുന്നുണ്ട്. രണ്ടുപേരോടും അനങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞ് ഹീറോ തോക്കും ചൂണ്ടി നിൽക്കുക. അപ്പോഴായിരിക്കും ബാക്കപ്പ് പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. അവർ ഹെലികോപ്റ്ററിൽ എത്തിക്കഴിഞ്ഞു. ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഡാഡി വില്ലനും ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം തകർന്ന അവസ്ഥയിൽ അയാൾ ഇരിക്കുകയായിരിക്കും. അപ്പോഴാണ് നാനോ എഴുന്നേറ്റ്, ഞാൻ ഒരിക്കലും പറയില്ലടാ, നിന്റെ മകൾ എവിടെയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ലടാ, നിനക്കൊരിക്കലും കണ്ടുപിടിക്കാനും പറ്റില്ലടാ കോമാളി എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹീറോയുടെ രൂപവും ഭാവവും എല്ലാം മാറുന്നുണ്ട്. സോ യഥാർത്ഥ പ്രതി നാനോ ആണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. ഹീറോയുടെ രൂപം ഭാവം മാറുമ്പോൾ ഈ നാനോ ആകെ വിറച്ചു. ഒരൊറ്റ വെടിയാണ് അവന്റെ കാലിന്റെ ഇടയിൽ. ചെറുക്കം പേടിച്ച് അന്തരം വിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഹീറോ ആ ഷോട്ട് ഗൺ അവന്റെ നെറ്റിക്ക് നേരെ വെച്ചിട്ട് ചോദിക്കുക, ആ പെൺകുട്ടി എവിടെയാടാ, പറയ്, അങ്ങേർക്ക് പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്നെ തീർക്കും. എന്നാലേ ഈ ചെറുക്കം മിണ്ടില്ല. എനിക്കറിയില്ല താൻ എന്താ ചെയ്യുന്നത്, താൻ പോലീസാണോ, അറിയില്ല എന്ന് പറയാ. ഹീറോ അവന്റെ കൈപ്പത്തി വെടിവെച്ച് പൊട്ടിച്ചു കളഞ്ഞു. ഷോട്ട് ഗൺ ആയതുകൊണ്ട് പൊട്ടിക്കാൻ പോലും കിട്ടില്ല, അത് ചെതറിപ്പോവും. കൈപ്പത്തി ചെതറിപ്പോകുമ്പോൾ അവൻ പേടിച്ച് തൊള്ളിയിടാണ്. എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. ഇപ്പൊ പറയ്, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നാളെ, അയാളോട് പറഞ്ഞു കൊടുക്ക. അപ്പോഴാണ് നാനോ ആ ബോഡി എവിടെയാണ് കിടക്കണേന്ന് പറയാം. ഫാമിലെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കിണറ്റിനകത്താണ് ആ ബോഡി കിടക്കുന്നത്. പർദേശ് ഫാമില് അതിനകത്താണുള്ളത്, എടുത്തോളാൻ പറയും. ഇത് കേട്ട ഉടനെ ആ ഡാഡി വില്ലൻ പൊട്ടി കരയായിരിക്കും. അപ്പോഴേക്കും പോലീസുകാർ ചുറ്റും തോക്കുമായിട്ട് എത്തിക്കഴിഞ്ഞു. ഇനി ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരെയും അവർ മടക്കി പിടിക്കും. അവിടെ നിന്ന് സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പ്രതിയുടെ കൈ വെടിവെച്ച് പൊട്ടിച്ചതിന് ഹീറോയ്ക്ക് സസ്പെൻഷൻ കിട്ടുന്നുണ്ട്. ആ സസ്പെൻഷനും വാങ്ങിച്ച് കുറ്റബോധമില്ലാതെ ന്യായമായ കാര്യം ചെയ്ത അഭിമാനത്തോടെ അദ്ദേഹം നടന്നു പോവാണ് സ്റ്റേഷനിൽ നിന്ന്. ഒരു ഹീറോ ആകാൻ 7 അടി പൊക്കം വേണമെന്നൊന്നുമില്ല. ഈ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് മതി. ഒരു പവർഫുൾ സ്റ്റബേൺ ക്യാരക്ടർ. സല്യൂട്ട് സാർ. പടം കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. താങ്ക് യു. അവിടെ വെച്ച് ബിലോ സീറോ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുലട്ടുമാസ്.